വീണ്ടും വരുന്ന നല്ലവനായ യേശു കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തിനെ എല്ലാവരെയും അറിയിക്കുന്നു. സന്തോഷത്തോടെ കരങ്ങൾ അടിച്ച് എൻ്റെ കർത്താവിന് മാറ്റം കൊടുത്താട്ടെ. ഈ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസത്തിന് മുമ്പ് എന്നെ ഒരു കുടുംബം പ്രാർത്ഥനാ സഹായത്തിന് വിളിച്ചു. അപ്പോൾ സംസാരിച്ചു വന്നപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ഹസ്ബൻഡ് കേൾക്കുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട് പാസ്റ്ററെ, ഞങ്ങൾ പുള്ളിയും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ്, പോയി ഇതിലിട്ടിരിക്കുകയാണ്, കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു വന്നു കഴിഞ്ഞപ്പോൾ അവർ വളരെ നിരാശയിലാണ്, ഭയങ്കര നിരാശയിലാണ് ആ കുടുംബം. കർത്താവിനെ അറിയാഞ്ഞിട്ടല്ല, സ്നാനപ്പെടാഞ്ഞിട്ടല്ല, എല്ലാം ചെയ്തവരാണ്, ഒരു ചർച്ചുമായിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്, വിശ്വസ്തരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ഭയങ്കര പിരിമുറുക്കം, ഭയങ്കര സങ്കടം. അപ്പോൾ ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്, ആ സഹോദരി 4 പ്രാവശ്യം പറഞ്ഞു, പാസ്റ്ററെ, രക്ഷയുടെ മാർഗത്തിൽ വരാത്ത എൻ്റെ അയൽവക്കത്തുള്ളൊരു മനുഷ്യനെ കർത്താവ് എത്ര ഭയങ്കരമായിട്ട് ഉയർത്തുന്നേ. ഈ അടുത്ത സമയത്ത് ഒരു വീട് തല്ലിപ്പൊളിച്ച് കളഞ്ഞ നല്ലൊരു വീടാണ്, പക്ഷേ ഇപ്പോൾ അതിനേക്കാളും ഒരു 1.5-2 കോടി വിലയുള്ളൊരു വീട് വെച്ചു, വലിയ വാഹനങ്ങൾ. എന്നിട്ട് എന്താ പാസ്റ്റർ ഞങ്ങൾക്കിങ്ങനെ? ഹല്ലേലൂയ. ശരിക്കും എന്നോട് കർത്താവ് പറഞ്ഞു, നീ ജനത്തിനോട് ഇതിനെപ്പറ്റി സംസാരിക്കണം. സ്നാനപ്പെട്ട് വർഷങ്ങളായിട്ടും മാസങ്ങളായിട്ടും എന്താ കർത്താവെ ഇങ്ങനെ? രക്ഷയുടെ മാർഗത്തിൽ വരാത്ത കുടുംബം വലിയ വീട് വെക്കുന്നു, കാറ് വാങ്ങിക്കുന്നു, എന്താ കർത്താവെ ഞാനിപ്പോഴും വാടക വീട്ടിൽ? അങ്ങനെ ചോദിക്കാറില്ലേ? ഹൃദയത്തിൻ്റെ തങ്ങൊരു നിരാശ വരാറില്ലേ? സ്തോത്രം. എന്നാൽ ഇന്ന് പാൽക്കാലം ഞാനൊരു കാര്യം പറയാം. രക്ഷിക്കപ്പെട്ട് ഒരു മനുഷ്യൻ, നീ ഒരു സാധാരണ വ്യക്തിയുമായി നിന്നെ കമ്പയർ ചെയ്യാൻ പാടില്ല. രക്ഷിക്കപ്പെട്ട നിന്റെ പദവി എന്താണെന്ന് നിനക്കൊരു ബോധ്യത വന്നു കഴിഞ്ഞാൽ, പൗലോസ് പറയുന്നത് പോലെ എല്ലാത്തിനും നിങ്ങൾ ചപ്പും ചവറുമായിട്ടുണ്ട്. ഇന്ന് ഞാൻ അവരുടെ പ്രാർത്ഥന റിക്വസ്റ്റ് ഇന്ന് ഞാൻ ഇവിടെ ഒരു പ്രസംഗമായിട്ട് പറയുമ്പോൾ ഒരുപാട് ഹൃദയങ്ങൾ ഇന്ന് പാൽക്കാലം തുറക്കുമെന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. എന്നെ മീഡിയയിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്നവർ, ഈ ചോദ്യങ്ങൾ ചോദിക്കുന്ന നിങ്ങൾ, ഇന്ന് നിങ്ങൾക്ക് കർത്താവ് മറുപടി തരികയാണ്. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട ഒരു മനുഷ്യൻ, അവനൊരു സാധാരണ മനുഷ്യൻ്റെ ഉയർച്ച കാണുമ്പോൾ നിന്റെ അകത്ത് നിരാശ വരുന്നുവെങ്കിൽ, രക്ഷിക്കപ്പെട്ട നിന്റെ പദവി എന്താണെന്ന് നിനക്ക് ഇതുവരെ ആയിട്ട് മനസ്സിലായിട്ടില്ല. അതാണ് പ്രശ്നം. ഹല്ലേലൂയ. രക്ഷിക്കപ്പെട്ട നിന്റെ പദവി, സ്വർഗത്തിൽ ദൈവം നിനക്ക് ഒരുക്കി വച്ചിരിക്കുന്ന മനോഹരമായ കെട്ടിടം, നിനക്ക് ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന നിത്യത, ഇതിനെപ്പറ്റി നിനക്കൊരു ബോധ്യതയുണ്ടെങ്കിൽ സാധാരണ മനുഷ്യന്റെ ഭവനം നിന്റെ ഹൃദയത്തിൻ്റെ അകത്ത് നിരാശ കൊണ്ടിടത്തില്ല. ഈ ഉലകത്തിലെ ഒരു മനുഷ്യൻ അവൻ ഏതെങ്കിലുമൊക്കെ തരത്തിലുണ്ടാക്കുന്ന സമ്പത്ത് നാളത്തെ ദിവസം നഷ്ടപ്പെട്ടു പോകുന്ന ഒരു താൽക്കാലിക സമ്പത്താണെന്നും, എന്നാൽ ദൈവം എനിക്ക് ഒരുക്കി വച്ചിരിക്കുന്ന നിത്യമായ ഒരു സമ്പത്തിന്റെ അവകാശിയാണ് ഞാനെന്ന് നീ തിരിച്ചറിയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അവിടെ വെച്ച് നിന്റെ ലൈഫ് സ്റ്റൈല് മാറും. എന്നെ മീഡിയയിൽ കൂടെ കേൾക്കുന്നവൻ, നിന്റെ ലൈഫ് സ്റ്റൈൽ എപ്പോഴാ മാറുന്നതെന്നറിയാമോ? സ്വർഗത്ത് യേശു കർത്താവ് നിനക്ക് വേണ്ടി ഒരു ഭവനം ഒരുക്കിയിട്ടുണ്ടെന്നും, നിത്യമായ ഒരു അവകാശത്തിന് നീ അവകാശിയാണെന്നും നിനക്കൊരു ബോധ്യത വരുന്ന ആ പോയിന്റിൽ നിന്റെ ലൈഫ് സ്റ്റൈല് മാറും. എന്നാൽ ഈ 40 നിമിഷം ഞാനിവിടെ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചു കേൾക്കുന്ന നിന്റെ ലൈഫ് സ്റ്റൈല് മാറുന്ന ഒരു പകൽക്കാലമായിരിക്കും ഇത്. അത് വിശ്വസിക്കുന്നവർ സന്തോഷത്തോടെ കരങ്ങളടിച്ച് എൻ്റെ കർത്താവിന് മഹത്വം കൊടുക്കുക. ക്രിസ്ത്യാനി എന്ന അഭിമാനം കൊള്ളുകയും യേശു പറയുന്ന ഒരു കാര്യങ്ങളും അനുസരിക്കാതെ, ഹല്ലേലൂയ, മദ്യവെച്ച് നെറുകെട്ട് നടന്നു സമ്പാദിച്ചു കൂട്ടുന്ന വസ്തുവകൾ
നാളെ ഒരു മരണം എന്ന് വിളിക്കുമ്പോൾ ഇട്ട് കളഞ്ഞിട്ട് നീ നിനക്ക് പോകേണ്ടതായിട്ട് വരും. ആമേൻ. എന്നാൽ രക്ഷിക്കപ്പെട്ടവന്റെ മുകളിൽ എന്നും പ്രശ്നങ്ങൾ കൊണ്ടിട്ട് വീടിൻ്റെ അകത്തുനിന്ന് അടിച്ചിറക്കി സ്നാനപ്പെട്ടതിന്റെ കെയർ ഓഫിൽ നീ നിന്ന സഹിക്കുന്നുണ്ടെങ്കിൽ സ്വർഗം പറയുന്നു, സ്വർഗത്ത് നിനക്ക് ഒരു നിക്ഷേപമുണ്ട്. നിത്യമായ ഒരു ഭവനം സ്വർഗത്തുണ്ട്. ഇന്ന് പാൽക്കാലം ആരെങ്കിലും കർത്താവിനെ അറിഞ്ഞു എന്നുള്ള കെയർ ഓഫിൽ എവിടെയെങ്കിലും നിനക്ക് പ്രതിസന്ധി ഉണ്ടെങ്കിൽ, എവിടെയെങ്കിലും നീ അപമാനിക്കപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ, എവിടെയെങ്കിലും നിന്നെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ, എന്റെ പാൽക്കാലം ഞാനൊരു ഉറപ്പ് പറയാം, നിന്നെ മാനിക്കുന്ന ഒരു ദിവസം ഉണ്ട് എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആമീൻ പറഞ്ഞ് ഏറ്റെടുക്കാൻ പറ്റും? ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം അനുസരിക്കാതെ, ദൈവത്തിന്റെ പ്രബോധനത്തിനകത്ത് നിൽക്കാതെ, കർത്താവ് പറഞ്ഞത് ചെയ്യാതെ, ആമേൻ, ലോക സുഖ സൗകര്യങ്ങൾ നേടിയെടുക്കുന്നവനും നിനക്കുമായിട്ട് എന്താണ് ബന്ധം? രക്ഷിക്കപ്പെട്ട നിനക്കും വചനമനുസരിക്കാത്ത മറ്റൊരാൾക്കും തമ്മിൽ എന്താണ് ബന്ധം? അവരെ സ്നേഹിക്കരുതെന്നല്ല പറയുന്നത്, അവന്റെ വീട്ടിൽ പോകണ്ടെന്നല്ല പറയുന്നത്. അവന്റെ വീട് കണ്ടിട്ട് നിന്റെ അകത്ത് നിരാശ കയറരുത്. അവന്റെ സമ്പത്ത് കണ്ടിട്ട് നിനക്ക് നിരാശ കയറരുത്. എപ്പോൾ നിരാശ കയറിയാലും ഹൃദയത്തെ തൊട്ടുകൊണ്ട് പറയണം, ഞാൻ ഈ നാട്ടിൽ, ഈ ദേശത്ത് ഒരു വാടക വീട്ടിലാണ് താമസിക്കുന്നതെങ്കിലും നിത്യമായ ഒരു കെട്ടിടം യേശു കർത്താവ് സ്വർഗത്തെനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഞാൻ ആ ഭവനത്തിന്റെ അവകാശിയാണെന്നുള്ള ഓ എത്ര പേർക്ക് ഈ ഒരു റേഞ്ചിലോട്ട് കിടക്കാൻ പറ്റും? എടാ, നിന്റെ ചിന്തകൾ പോട്ടെ, നിരാശകൾ പോട്ടെ, അസൂയകൾ വഴിമാറി പോട്ടെ. നിനക്ക് ഭൂമിയിൽ ഒന്നുമില്ലായിരിക്കാം, എന്നാൽ നിത്യമായ ഒരു ഭവനത്തിന്റെ പ്രമാണം നിന്റെ കരത്തിലുണ്ട് കുഞ്ഞേ. 2 കൊരിന്ത്യർ 5:1 പറയുന്നു, കൂടാരമായ ഞങ്ങളുടെ ഭൗമ ഭവനം അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം. ഹലോ, രക്ഷിക്കപ്പെട്ട വിശ്വാസിയെ, ഇത് നിന്നെ ഇന്ന് പാൽക്കാലം തിരുവചനം ഓർമ്മപ്പെടുത്തുക, നീക്കൊരു കെട്ടിടത്തിന്റെ അവകാശിയാണെന്ന്. ആമേൻ. ഒരിക്കൽ കൂടെ വായിക്കാം. കൂടാരമായ ഞങ്ങളുടെ ഭൗമഭവനം അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യമായ ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തുണ്ടെന്നറിയുന്നു. ഇന്ന് പാൽക്കാലം രക്ഷിക്കപ്പെട്ട കുടുംബമേ, രക്ഷിക്കപ്പെട്ട ആത്മാവേ, നിനക്കൊരു ബോധത ഉണ്ടാവട്ടെ. നീ ഒരു സാധാരണ മനുഷ്യനല്ല, നീ ഒരു സാധാരണ സമ്പത്തിന്റെ ഉടമയല്ല, നീ ഒരു അസാധാരണ മനുഷ്യനാണ്. കൈപ്പണിയല്ലാത്തത്, നീ അധ്വാനിക്കാത്തത്, അത്തരം ഒരു കെട്ടിടം സ്വർഗത്ത് ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഒരു നിത്യമായ വാസം. ഇങ്ങനൊരു കെട്ടിടം നിനക്കുണ്ടെങ്കിൽ, ഹല്ലേലൂയ, കൈപ്പണിയല്ലാത്ത നിത്യമായ ഒരു കെട്ടിടം നിനക്കുണ്ടെന്നൊരു ബോധ്യത വന്നാൽ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ടേണിംഗ് പോയിന്റ് ഇതാണ്. തുടക്കത്തിൽ പറഞ്ഞ നിന്റെ നിരാശയെ പൊട്ടിക്കുന്ന, നിന്റെ സങ്കടത്തെ സന്തോഷമാക്കി മാറ്റുന്ന ഒരു പോയിന്റാണിത്. ഇവിടെ നിന്നുകൊണ്ട് നിന്റെ ലൈഫ് സ്റ്റൈലിനെ നീ മാറ്റണം. നീ ഇങ്ങനെ പറയണോ, എനിക്കിവിടെ ഭവനമില്ലെങ്കിലോ എൻ്റെ അപ്പൻ്റെ അടുത്ത് ഞാൻ ചെല്ലുമ്പോൾ എനിക്കൊരു ഭവനം അവിടെ ഉണ്ട്. എത്ര പേർക്ക് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ദൈവത്തിന് ദാനമായ ഒരു ഭവനത്തിന് എത്ര പേര് അവകാശികളോ? അങ്ങനെ വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങൾ ചേർത്തടിച്ച് ദൈവത്തിന് മാറ്റം കൊടുക്കുക. ആമേൻ. ഈ ഭൂമിയിൽ മനുഷ്യൻ കെട്ടുന്ന കെട്ടിടമൊക്കെ അവൻ്റെ മരണത്തിനോടുകൂടി മുഴുവനും തീരും.
ഭൂമിയിൽ ഇനിയും എത്ര കോടി രൂപയുടെ ഭവനം നീ ഉയർത്തിക്കൊട്ടിയാലും ഇതെല്ലാം താൽക്കാലികമാണെന്ന് ഇന്ന് പകൽക്കാലം ഒരിക്കൽ കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. എല്ലാം താൽക്കാലികമാണ്. ചെറ്റക്കുടിലാണെങ്കിൽ 2 നില വീടാണെങ്കിൽ നിന്റെ മരണത്തോടെ അത് അവസാനിച്ചു. കഴിഞ്ഞു. 6 അടി മണ്ണിൻ്റെ അകത്ത് ഒതുങ്ങിപ്പോകുന്ന സമ്പത്തും ഭവനവും അഭിമാനമേ ഉള്ളൊരു മനുഷ്യന്. എന്നാൽ ആത്മീക മനുഷ്യ, രക്ഷിക്കപ്പെട്ട മനുഷ്യ, ഈ ഭൂമിയിലുള്ള ഏത് സമ്പന്നനേക്കാളും വലിയ സമ്പന്നനാണ് നീ. 6 അടി മണ്ണ് കൊണ്ട് തീരുന്നതല്ലോ നിന്റെ ജീവിതം. 6 അടി മണ്ണിൽ ഒതുങ്ങി പോകുന്നതല്ലോ നിന്റെ സമ്പത്ത്. 6 അടി മണ്ണിൽ ഒതുങ്ങി പോകുന്നതല്ലോ നിന്റെ ഭവനം.